സാധാരണയായി വാട്സപ്പ് ചാറ്റോ മറ്റോ കുറച്ചധികം ഭാഗങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആദ്യം ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാറാണ് പതിവ്. ഇങ്ങനെ 2-3 ഭാഗങ്ങളിലായി സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നമ്മളൊരു കാര്യം നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാറ്. എന്നാൽ ഇനി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ ഉൾപ്പെടുത്തി ഒരൊറ്റ ഇമേജായി നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ആർട്ടിക്കിളോ വാട്സപ്പിൽ ഒരാളുടെ മുഴുവൻ ചാറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഏതെങ്കിലും ഭാഗങ്ങളോ ഒക്കെ തന്നെയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ ഒറ്റ സ്ക്രീൻഷോട്ടായി എടുക്കാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓൺലൈൻ വേഡ് മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ. അതിനു മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്രദ്ധിക്കുക, പുതിയ ഫോണുകളിലാണ് ഈ ഓപ്ഷൻ ഉള്ളത്. അതായത് ആൻഡ്രോയിഡ് 12 അപ്ഡേഷനുള്ള പുതിയ ഫോണുകളിലാണ് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പല വിധത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. 3 വിരൽ വെച്ച് സ്വൈപ്പ് ചെയ്തെടുക്കാറുണ്ട്. വോളിയം കുറക്കുന്ന ബട്ടണും പവർ ബട്ടണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തെടുക്കാറുണ്ട്. ചിലർ ഇങ്ങനെയും സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു വെബ് പേജ് എടുത്ത് അതിലെ ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സാധാരണ ചെയ്യുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇവിടെ താഴെ ലോങ് സ്ക്രീൻഷോട്ട് എന്ന് കാണാം. ചില ഫോണുകളിൽ സ്ക്രോൾ എന്നോ ക്യാപ്ചർ മോർ എന്നോ ആയിരിക്കും കാണിക്കുക. ഞാനിപ്പോൾ ലോങ് സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി സ്ക്രോളായി പോകുന്നത് കാണാം. അത്രയും ഭാഗം സ്ക്രീൻഷോട്ടായി സേവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് സ്വന്തമായ ഭാഗങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ സ്ക്രോളിൽ നിൽക്കുമ്പോൾ ഇനി നമ്മുടെ ഇഷ്ടം പോലെ ഏരിയ സെലക്ട് ചെയ്യാം. ശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ അത്രയും ഭാഗങ്ങൾ ഒരു വലിയ ഒറ്റ ഇമേജായി കാണാം. ഇതുപോലെ വാട്സപ്പിൽ ഒരാളുടെ ചാറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ചാറ്റ് ഓപ്പൺ ചെയ്ത് ആവശ്യമുള്ള ഭാഗത്ത് എത്തിയാൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ശേഷം ലോങ് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ചെയ്യാം. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഏതൊരു പേജും ലോങ് സ്ക്രീൻഷോട്ടിൽ എടുക്കാൻ സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അയയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.